ഇന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച്, എന്നാൽ സംടൈംസ് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ മനഃപൂർവ്വം മറക്കുന്ന കാര്യങ്ങളെപ്പറ്റി, ചില ഹാർഷായ സത്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ. സോ ഈ വീഡിയോ നിങ്ങൾക്കുള്ള ഒരു റിമൈൻഡർ ആണ്. ആൻഡ് നിങ്ങൾ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതിയിലൊക്കെ ചില കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. സോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 1, ലൈഫ് ഈസ് ടു ഷോർട്ട് ആൻഡ് നത്തിങ് ഈസ് ഗ്യാരണ്ടീഡ്. മരണം സത്യമാണ്, അത് നമ്മളിൽ എല്ലാവരുടെയും കൂടെ എപ്പോഴും ഉണ്ട്. പക്ഷെ ചില മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എന്തുകൊണ്ടാണത്? അത് അവരുടെ സ്വപ്നങ്ങള് ഒക്കെ നഷ്ടപ്പെട്ടു, ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു, കറേജ് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? റിസ്കുകൾ എടുക്കാൻ പേടിച്ചിട്ട്. ഇതെല്ലാം നമ്മുടെ ഉള്ളില് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. സോ ജസ്റ്റ് സർവൈവ് ചെയ്യുക എന്നതല്ല, മേക്ക് എവറി മൊമെന്റ് ലീവ് വിത്ത് ഫുൾ ഓഫ് കറേജ് ആൻഡ് ഡ്രീം. ബിക്കോസ് ലൈഫ് ഈസ് ടു ഷോർട്ട്. ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാം ഫോർ എ ചേഞ്ച്, ബട്ട് അത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രവൃത്തിയെ ബാധിക്കുന്ന രീതിയിലാവരുത്. നമ്പർ 2, എവറിത്തിങ് വിൽ ചേഞ്ച് അഗെയിൻ സൂൺ. ഒന്നും പെർമനന്റ് ആയിട്ടില്ല അല്ലെ? ലൈഫിലും അങ്ങനെ തന്നെയാണ്. സിറ്റുവേഷൻ, സന്തോഷം, സങ്കടം ഇതൊക്കെ എപ്പോഴും ചേഞ്ച് ആവുന്ന ഒരു കാര്യമാണ്. ഇന്ന് നിങ്ങൾക്കുള്ളത് നാളെ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. ഇന്നില്ലാത്തത് നാളെ നിങ്ങൾക്ക് ഉണ്ടായിക്കൂടാ എന്നുമില്ല. ആൻഡ് ഇതാണ് സത്യം. ആൻഡ് ഇത് നിങ്ങളെ പേടിപ്പിക്കാനുള്ള ഒരു കാര്യമൊന്നല്ല കേട്ടോ, മറിച്ച് നിങ്ങളെ ഫ്രീ ആക്കാനുള്ള ഒന്നാണ്. അതായത് മോശ സമയവും കടന്നു പോകും, നല്ല സമയവും കടന്നു പോകും. രണ്ടിനോടും വല്ലാണ്ട് അറ്റാച്ച്ഡ് ആവരുത്. ജസ്റ്റ് ലീവ് ഇൻ യുവർ പ്രസന്റ് ലൈഫ്. ഓരോ മാറ്റങ്ങളും നല്ലതിനാണെന്ന് വിശ്വസിക്കുക. നമ്പർ 3, യു കനോട്ട് കൺട്രോൾ എവറിത്തിങ്, ബട്ട് യു ക്യാൻ കൺട്രോൾ ഹൗ യു റെസ്പോണ്ട്. ലൈഫ് വിചാരിച്ച പോലെ പോവാത്തപ്പോൾ നമുക്കൊരു പവർലെസ് ആൻഡ് വീക്ക് ആയിട്ട് ഫീൽ ചെയ്യും. ബട്ട് ലൈഫ് വിചാരിച്ച പോലെ എപ്പോഴും പോയിക്കോണമെന്നില്ലല്ലോ. അത് നമ്മുടെ കയ്യിലും അല്ല, നമ്മുടെ കൺട്രോളിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബട്ട് മറിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ട്. അതാണ് ആ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നത്. ഈ പേഷ്യൻസ് എന്നത്, അല്ലെങ്കിൽ ക്ഷമ എന്നത് എല്ലാവരിലും ഉള്ള ഒരു നല്ല ക്വാളിറ്റി ഒന്നും അല്ല. അതുള്ളവര് എടുത്തു ചാടാതെ സാവകാശം ചിന്തിച്ച് അവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ഈവൻ നിങ്ങൾക്ക് അത്ര ഉറപ്പില്ലെങ്കിൽ പോലും. ആൻഡ് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ബ്രേവായ കാര്യം അങ്ങോട്ട് വിട്ടുകളയുക എന്നതാണ്. സോ മൈ അഡ്വൈസ് ഈസ് യു ഡോണ്ട് നീഡ് ടു ഹാവ് ഓൾ ഫിഗർഡ് ഔട്ട്. കീപ് മൂവിങ്, കീപ് ഗ്രോയിങ് ആൻഡ് കീപ് ലേണിംഗ്. ലൈഫ് ഈസ് സർപ്രൈസിങ് യു. പ്ലാൻ ചെയ്യാതെ നമ്മളുടെ ലൈഫിലോട്ട് കടന്നു വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ദ ബെസ്റ്റ് മൊമെന്റ് ഇൻ അവർ ലൈഫ്. അതായിരിക്കും ചിലപ്പോൾ നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത്. സോ ഹിയർ ഈസ് എ റിമൈൻഡർ. ലൈഫ് എന്ന് പറയുന്നത് ഷോർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈഫ് ഭയങ്കര ഷോർട്ടാണ്. എല്ലാം പെട്ടെന്ന് ചേഞ്ച് ആവും. നിങ്ങൾക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ബട്ട് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ബാക്കിലേക്ക് നോക്കി ഒന്ന് ചിന്തിച്ചാൽ മതി. എന്നാലും ഞാൻ എങ്ങനെയാ ഇതൊക്കെ ഓവർകം ചെയ്ത് വന്നത്? സോ അപ്പോൾ അറിയാം നിങ്ങളുടെ റിയൽ പവർ എന്താണെന്ന്. സോ യു ക്യാൻ, യു ഡിഡ്, യു വിൽ. താങ്ക് യു.